Hello dears, welcome back to ISKSA English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് പോസ്റ്റ് മോഡേൺ പീരീഡ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡേണിസം ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അത് മൂന്നാമത്തെ ബ്ലോക്കിലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റ് ആണ്. അതായത് പോസ്റ്റ് മോഡേൺ പീരീഡ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നമ്മളിവിടെ ഒരു എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു എസ്സേ, അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ പീരീഡിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക്, നമ്മളെ ക്ലാസ്സിലേക്ക് നേരെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പോസ്റ്റ് മോഡേണിസം എന്നുള്ളതിനെ കുറിച്ച്. റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ പോസ്റ്റ് മോഡേൺ പീരീഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പോസ്റ്റ് മോഡേണിസം റെഫേഴ്സ് ടു ദ പീരീഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തെ റെഫർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പദമാണ് പോസ്റ്റ് മോഡേണിസം എന്നുള്ളത്. In one sense, postmodernism is continuation of the experiments of modernism. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മോഡേണിസം ഉണ്ടല്ലോ, മോഡേണിസത്തിൻ്റെ ഒരു തുടർച്ചയാണ് പോസ്റ്റ് മോഡേണിസം. In one sense, postmodernism is a continuation of the experiments of modernism. മോഡേണിസത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, മോഡേണിസത്തിൽ എന്തെല്ലാം എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഒരർത്ഥത്തിൽ പോസ്റ്റ് മോഡേണിസം. ബട്ട് ഇൻ അനദർ സെൻസ്, എന്നാൽ മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് മെയ്ഡ് ഡൈവേഴ്സ് അറ്റംപ്റ്റ്സ് ടു ബ്രേക്ക് അവേ ഫ്രം മോഡേണിസ്റ്റ് ഫോംസ് ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. എന്നാൽ മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരുപാട് അറ്റംപ്റ്റുകൾ, ഒരുപാട് ശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരുപാട് ശ്രമങ്ങൾ പോസ്റ്റ് മോഡേണിസം നടത്തി ടു ബ്രേക്ക് അവേ ഫ്രം മോഡേണിസ്റ്റ് ഫോംസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അതായത് മോഡേണിസ്റ്റ് ഫോംസ് ആയിട്ടുള്ള കലകളും അതുപോലെ തന്നെ സാഹിത്യവും അതിൽ നിന്നും അകന്നു പോരാൻ, ടു ബ്രേക്ക് അവേ, അതിൽ നിന്നും മാറണം, അത് അതുപോലെ തുടരുന്നില്ല, അതിൽ നിന്നും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം, പലതരത്തിൽ ആ ഒരു മാറ്റത്തിന് പോസ്റ്റ് മോഡേണിസം ശ്രമിച്ചത് നമുക്ക് കാണാം. ബോത്ത് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം റിജക്റ്റഡ് സിംഗുലർ ഓർ യൂണിവേഴ്സൽ മീനിങ്സ്. അതായത് ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും സിംഗുലർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ മീനിങ്സ് എന്ന് പറയുന്ന ആശയം, കലക്ക് ഒരാശയം, ഈ ഒരു സിംഗുലർ മീനിങ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മീനിങ് എന്നുള്ള ആശയത്തെ മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും എതിർത്തു. പകരം എന്താണ് പറയുന്നത്? റീഡേഴ്സ് ഷുഡ് ഫൈൻഡ് ഔട്ട് മീനിങ് ഫ്രം ദി ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്. അതായത് വായിക്കുന്ന റീഡേഴ്സ് ആ ടെക്സ്റ്റിനകത്തു നിന്നും റീഡേഴ്സിൻ്റെ ധാരണയ്ക്കനുസരിച്ച്, റീഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ്സ് അനുസരിച്ച് റീഡേഴ്സ് മീനിങ് കണ്ടെത്തണം എന്നാണ് ഇവർ പറയുന്നത്. പോസ്റ്റ് മോഡേണിസം എംഫസൈസ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോം ഇൻ ഷേപ്പിംഗ് മീനിങ്സ്. പോസ്റ്റ് മോഡേണിസം പ്രാധാന്യം കൊടുക്കുന്നത് ഫോമിനാണ്. പോസ്റ്റ് മോഡേണിസം പറയുന്നത് മീനിങ് ഷേപ്പ് ചെയ്യുന്നതിൽ, മീനിങ് രൂപപ്പെടുത്തുന്നതിൽ ഫോമിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് പോസ്റ്റ് മോഡേണിസം പറയുന്നത്. എന്നാൽ മോഡേണിസം ലാമൻസ്, മോഡേണിസം രണ്ടും തമ്മിലൊരു വ്യത്യാസം പറയാട്ടോ, ജസ്റ്റ് ഒരു കമ്പാരിസൺ. മോഡേണിസം വിലപിക്കുന്നു. എന്താണ് മോഡേണിസത്തിന്റെ വിലാപം? ദ ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട്, അതായത് മോഡേണിസം വിലപിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. രണ്ട് കാര്യം പറയുന്നത്, ഒന്ന് വിശ്വാസത്തിൻ്റെ നഷ്ടം, അതായത് മനുഷ്യരുടെ ഇടയിൽ റിയൽ ആണെങ്കിലും ശരി, മനുഷ്യരുടെ വർക്കുകളാണെങ്കിലും ശരി, ലിറ്ററേച്ചർ ഓർ ആർട്ട് ആണെങ്കിലും ശരി, അവിടെ എല്ലാം വിശ്വാസം ചോർന്നിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹിക ഘടന, ഇവിടെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം, യുദ്ധാനന്തരം
ആളുകളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വർക്കുകളിൽ പ്രതിഫലിച്ചു. അതാണ് വർക്കുകളിൽ ലോസ് ഓഫ് ഫെയ്ത്ത്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനയും നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ദുഃഖം അല്ലെങ്കിൽ സങ്കടം, ഒരു വിലാപം മോഡേണിസത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ പോസ്റ്റ് മോഡേണിസം സ്റ്റാൻഡ്സ് ഫോർ എന്ന പോസ്റ്റ് മോഡേണിസം നിലകൊള്ളുന്നത് പ്ലൂരലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂറ്റി അതായത് തുടർച്ചയില്ലായ്മ, അതുപോലെ തന്നെ ഡിസെൻട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയങ്ങളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പ്രാധാന്യത്തിൽ നിന്നുമുള്ള ഒരു മാറ്റം. ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇൻ തീം ആൻഡ് ടെക്നിക്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീമാണെങ്കിലും ലിറ്ററേച്ചറിൽ തീമാണെങ്കിലും ശരി, ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണെങ്കിലും ശരി, അതിലെല്ലാം വരുന്ന ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ രൂപങ്ങളില്ലാതെ, പൂർണ്ണതയില്ലാതെ, അതായത് ലാംഗ്വേജ് ആണെങ്കിലും ടെക്നിക്ക് ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും അതിലെല്ലാം ഫ്രാഗ്മെന്റേഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളായിട്ട് ഒന്നും വ്യക്തമായിട്ട് മുഴുവനായും പറയാതെ അവിടെ ഇവിടെയുമായിട്ട് ഇങ്ങനെ തൊട്ടുവെക്കുന്ന രീതി, അതാണ് ഫ്രാഗ്മെന്റേഷൻ. അത് തീമാണെങ്കിലും ശരി, ടെക്നിക്ക് ആണെങ്കിലും ശരി. അതുപോലെ തന്നെ ഡീസെൻട്രിങ്, അതായത് ഒരു കഥാപാത്രമാണെങ്കിലും ഒരു തീമാണെങ്കിലും ആശയമാണെങ്കിലും എന്താണെങ്കിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. അതായത് സെൻറ്റർ ചെയ്യുന്നില്ല, അതിങ്ങനെ അങ്ങനെ നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കളിക്കാം. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂറ്റി, കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒരു തുടർച്ചയില്ലാത്ത അവസ്ഥ. കാരണം നമുക്കറിയാം ഒരു കഥയാണെങ്കിലും ഒരു കഥാപാത്രമാണെങ്കിലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം, പക്ഷെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ മോഡേണിസത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ മോഡേണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമായിട്ടാണ് അവരതിനെ കണ്ടത്. എന്നാൽ ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥ ഈ കഥയിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും തീമിലാണെങ്കിലും അത് ഡിസ്കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ ഡീസെൻട്രിങ്ങും ഫ്രാഗ്മെന്റേഷൻ്റെ ഉപയോഗവും എല്ലാം പോസ്റ്റ് മോഡേണിസം അതിനെ ആഘോഷിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ അത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അവരത് ആഘോഷിച്ചു, അല്ലെങ്കിൽ അവരതിനു വേണ്ടി നിലകൊണ്ടു, അവരത് ഉൾക്കൊണ്ടു. പോസ്റ്റ് മോഡേണിസം ഉൾക്കൊണ്ടു, ആക്സെപ്റ്റ് ചെയ്തു. എന്ത്? ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് ഫോം ആൻഡ് കണ്ടന്റിലും ഫോമിലുമുള്ള ഇൻകംപ്ലീറ്റ്നെസ്. അതായത് ഒരു ലിറ്റററി വർക്ക് ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഫോം ആണെങ്കിലും ശരി, കണ്ടന്റ് ആണെങ്കിലും ശരി, അതൊന്നും കംപ്ലീറ്റ് അല്ല. വർക്കിന് പൂർണ്ണത ഉണ്ടായിരുന്നില്ല, ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ശൈലിയെ, ഈ രീതിയെ പോസ്റ്റ് മോഡേണിസം കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ it tried to overthrow the elitism of modernist high art. അതായത് മോഡേണിസ്റ്റുകൾക്ക് ഹൈ ആർട്ട് എന്ന് പറയുന്ന, ഉയർന്ന കല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം മോഡേണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. അതായത് മോഡേണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ഹൈ ആർട്ട് എന്ന് പറയുന്ന, അതായത് എലിറ്റിസം, ശ്രേഷ്ഠത എന്ന് പറയുന്ന കാഴ്ചപ്പാടിലെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ട്രൈഡ് ടു ഓവർത്രോ, അതിനെ എടുത്തെറിയുക. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ഇത് മോഡേണിസത്തിലും പോസ്റ്റ് മോഡേണിസത്തിലും കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മോഡേണിസ്റ്റുകൾ ഡിസ്കണ്ടിന്യൂറ്റി, ഡീസെൻട്രിങ്, ഫ്രാഗ്മെന്റേഷൻ, അതുപോലെ തന്നെ പ്ലൂരലിറ്റി, ഇതുപോലെ പറയുന്ന സംഭവങ്ങളെ എതിർക്കുക ചെയ്തത്. അവർക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോസ്റ്റ് മോഡേണിസം ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഓർ they stand for this techniques. ഇതിനു വേണ്ടിയിട്ട്, കാരണം ടെക്നിക്കലാണെങ്കിലും തീമിലാണെങ്കിലും എന്തിലാണെങ്കിലും വരുന്ന ഇത്തരം രീതികളെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ഫോളോ ചെയ്തു. മറ്റൊരു കാര്യം പറയുന്നത് മോഡേണിസത്തിൻ്റെതായിട്ടുള്ള എലിറ്റിസം അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ഹൈ ആർട്ട് എന്ന് പറയുന്ന അവരുടെ ആ ഒരു രീതിയെ, നോഷൻ ഓർ ആ കാഴ്ചപ്പാടിനെ എന്തു ചെയ്തു? പോസ്റ്റ് മോഡേണിസം എതിർത്തു. തിയറിസ്റ്റ് സച്ച് ആസ്, ഇനി ചില തിയറിസ്റ്റുകൾ, ചില സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ, ചില ആശയത്തിൻ്റെ വക്താക്കൾ, സച്ച് ആസ് മൈക്കൽ ഫൊക്കോൾട്ട്
ജീൻ ബോഡ്രിലാർഡ്, ഫ്രെഡറിക് ജെയിംസൺ ആൻഡ് ഫ്രാങ്കോയിസ് ലിയോലാർഡ്. ഇവരെല്ലാം ഈ പറയുന്ന തിയറിസ്റ്റുകൾ, ഒരു പ്രാവശ്യം കൂടി പേര് പറയാം: മൈക്കൽ ഫൊക്കോൾട്ട്, ജീൻ ബോഡ്രിലാർഡ്, ഫ്രെഡറിക് ജെയിംസൺ, ഫ്രാങ്കോയിസ് ലിയോലാർഡ്. ഇവരൊക്കെ ഹാവ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് പോസ്റ്റ് മോഡേണിസം. ഇവരെല്ലാം പോസ്റ്റ് മോഡേണിസത്തെ രൂപപ്പെടുത്തുന്നതിൽ, ഇവരെല്ലാം പോസ്റ്റ് മോഡേണിസത്തെ ഷേപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരുന്നു ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം. ഇനി ദ നോവൽസ് ഓഫ് ദിസ് ഏജ്, ഈ കാലഘട്ടത്തിലെ പോസ്റ്റ് മോഡേണിസത്തിലെ നോവലിന്റെ പ്രത്യേകത: ദ നോവൽസ് ഓഫ് ദിസ് ഏജ് ഈസ് എ മിക്സ്ചർ ഓഫ് റിയലിസം, സീനിസിസം, ഡാർക്ക് കോമഡി, ഡൗട്ട് ആൻഡ് സറ്റയർ. ഈ പറഞ്ഞവയുടെ എല്ലാം ഒരു മിക്സ്ചർ, ഈ പറഞ്ഞവയെല്ലാം കലർന്നിട്ട് നോവലിൽ കാണാമായിരുന്നു. എന്തെല്ലാം? ദ നോവൽ ഓഫ് ദിസ് ഏജ് ഈസ് എ മിക്സ്ചർ ഓഫ് റിയലിസം ഉണ്ടായിരുന്നു. റിയലിസം എന്ന് പറഞ്ഞാൽ അതായത് റിയാലിറ്റിക്ക് പ്രാധാന്യം, റിയലിസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സീനിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഔട്ട്ലുക്ക് ടു ലൈഫ്, ജീവിതത്തോടുള്ള ഒരു നെഗറ്റീവ് കാഴ്ചപ്പാട്. ഇത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ആളുകൾക്കിടയിൽ കണ്ടതാണ് ഈ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഡാർക്ക് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷേപഹാസ്യങ്ങൾ കലർത്തിയ നർമ്മങ്ങൾ, അതായത് സറ്ററിക് ഹ്യൂമർ, ദാറ്റ് ഈസ് ഡാർക്ക് കോമഡി. അതുപോലെ തന്നെ ഡൗട്ട് ആൻഡ് സറ്റയർ, ആക്ഷേപഹാസ്യങ്ങൾ, അതുപോലെ തന്നെ ഡൗട്ട്, സംശയങ്ങൾ. ഇത്തരം കാര്യങ്ങളെല്ലാം നോവലിൽ മിക്സ് ചെയ്ത് വന്നിരുന്നു. One of the subgenres of novel that became popular during the time, ഈ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയ, വളരെ പോപ്പുലർ ആയിട്ടുള്ള നോവലിലെ ഒരു സബ്ജനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലിലെ ഒരു സബ് വിഭാഗം, ഒരു ഉപവിഭാഗമാണ് ഇത് സയൻസ് ഫിക്ഷൻ. അപ്പൊ ഈ കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഫ്ലറിഷ്ഡ് ആയ, ഡെവലപ്ഡ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു സബ് ജോണേഴ്സ് ഓഫ് നോവൽ, നോവലിലെ ഒരു ഉപവിഭാഗമാണ് ഇത്, സബ് ഡിവിഷൻ ആണ് ഇത്, സയൻസ് ഫിക്ഷൻ. There were four shadows of postmodernism. പോസ്റ്റ് മോഡേണിസത്തിന്റെ സൂചനകൾ, വാർണിംഗ്സ്, മുന്നറിയിപ്പ്, അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഇൻ ദ നോവൽസ് ഓഫ് സെവറൽ ബ്രിട്ടീഷ് ഓതേഴ്സ്, പല ബ്രിട്ടീഷ് ഓതേഴ്സിന്റെയും നോവലുകളിൽ പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ദ വർക്ക്സ് ഓഫ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വർക്ക്സ് ഓഫ് ഗ്രഹാം ഗ്രീനിന്റെ വർക്കുകൾ. ഗ്രഹാം ഗ്രീനിന്റെ ഓതറാണ് അദ്ദേഹം, ബ്രിട്ടീഷ് ഓതർ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഷോ ടെൻഡൻസീസ് ടുവാർഡ്സ് പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് മോഡേണിസത്തോടുള്ള ഒരു ടെൻഡൻസി, കാരണം അതിനോടുള്ള ഒരു പ്രവണത, അതിനോടുള്ള ഒരു താല്പര്യം ഗ്രഹാം ഗ്രീനിന്റെ വർക്കുകളിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ വർക്ക്സ് ഓഫ് ഗോൾഡിങ്ങിന്റെ വർക്കുകൾ ആൻഡ് ബേർജസിന്റെയും ഗോൾഡിങ്ങിന്റെയും വർക്കുകൾ പ്രസന്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഡർ ആൻഡ് പ്രസൻസ് ഓഫ് വയലൻസ് ആസ് എ കോമൺ ത്രെഡ്. അപ്പൊ രണ്ടുപേരുടെയും വർക്കുകളിൽ, ആരുടെയൊക്കെ വർക്കുകളിൽ? ഗോൾഡിങ്ങിന്റെയും അതുപോലെ തന്നെ ബേർജസിന്റെയും വർക്കുകളിൽ കോമൺ ത്രെഡായിട്ട്, പൊതുവാശയമായിട്ട് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറിന്റെ തകർച്ച. ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള ഒരു ക്രമം, എന്തിനുമുള്ള ഒരു ക്രമം, ആ ക്രമം തകരുന്നത്, അതിൻ്റെ ഒരു തകർച്ചയും അതുപോലെ തന്നെ വയലൻസിന്റെ പ്രസൻസും അക്രമത്തിന്റെ പ്രസൻസും രണ്ടുപേരുടെയും വർക്കുകളിൽ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു സാഹചര്യം, ആ ടൈമാണ്. ടൈം മീൻസ് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, ആ ഒരു ടൈമിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ടുപേരുടെയും വർക്കുകളിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഡർ, അനദർ വൺ പ്രസൻസ് ഓഫ് വയലൻസ്. ഇത് രണ്ടുപേരുടെ വർക്കുകളിലും കോമൺ ആയിട്ട് കണ്ടിരുന്നു. നെക്സ്റ്റ് അനദർ നോവലിസ്റ്റ് ആണ് ജോർജ് ഓർവെൽ. ഈസ് ബെസ്റ്റ് നോൺ, വളരെ അറിയപ്പെട്ട ഒരു
നോവലിസ്റ്റ് ആണ് ആര്? ജോർജ് ഓർവെൽ. അദ്ദേഹം അറിയപ്പെട്ടത് ഫോർ ഹിസ് അലിഗറിക്കൽ നോവൽസ്, അദ്ദേഹത്തിന്റെ അലിഗറിക്കൽ നോവലുകളിലൂടെ. അപ്പം അലിഗറിക്കൽ നോവൽസ്, അത്തരം നോവൽസിലൂടെ, അതായത് അലിഗറി എന്ന് പറഞ്ഞാൽ പവർഫുൾ ഇമാജറീസ്, പവർഫുൾ ആയിട്ടുള്ള ഇമാജറീസ് ഉപയോഗിക്കുന്ന നോവലുകൾ. അപ്പൊ ഇത്തരം നോവൽസിലൂടെ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെട്ട ഒരു നോവലിസ്റ്റ് ആണ് ആര്? ജോർജ് ഓർവെൽ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഇത്തരം ചില നോവലുകളാണ് ഏതൊക്കെ? ആനിമൽ ഫാം ആൻഡ് 1984, ആനിമൽ ഫാം ആൻഡ് 1984. A key characteristic of postmodern novel is. ഇനി പോസ്റ്റ് മോഡേൺ നോവലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, പോസ്റ്റ് മോഡേൺ നോവലിന്റെ സവിശേഷത നിങ്ങൾക്ക് അറിയണ്ടേ? എന്താണ് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്? ഈസ് ദ മിക്സിംഗ് ഓഫ് റിയലിസം ആൻഡ് ഫാന്റസി. റിയലിസവും ഫാന്റസിയും മിക്സ് ചെയ്തു എന്നുള്ളതാണ്. റിയലിസവും ഫാന്റസിയും മിക്സ് ചെയ്തു. എന്താണ് റിയലിസം എന്നറിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് റിയാലിറ്റി, ഫാന്റസി എന്ന് പറഞ്ഞാലോ വണ്ടർ. ഇത് രണ്ടും മിക്സ് ചെയ്തു എന്നുള്ളതാണ് പോസ്റ്റ് മോഡേൺ നോവലിന്റെ ഒരു സവിശേഷത. ഇനി നമുക്ക് ഈ മിക്സിംഗ് എവിടെ കാണാം? ദിസ് ഈസ് സീൻ, നമുക്കിത് കാണാൻ കഴിയും ഏതില്? ഇൻ നൈറ്റ്സ് അറ്റ് ദി സർക്കസ്. നൈറ്റ്സ് അറ്റ് ദ സർക്കസ് എന്ന നോവലിൽ. ഇത് ആരെഴുതിയതാ? ബൈ ആഞ്ചല കാർട്ടർ. ആഞ്ചല കാർട്ടറിന്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസിലും അതുപോലെ തന്നെ ആൻഡ് സൽമാൻ റുഷ്ദീസ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. സൽമാൻ റുഷ്ദിയെ കേട്ടില്ലേ? അദ്ദേഹം ഇന്ത്യൻ റൈറ്റർ ആയിരുന്നു അല്ലേ? ഇദ്ദേഹത്തിന്റെ അല്ലെ സാത്താനിക് വേഴ്സസ് കേട്ടില്ലേ? ഒരു വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്ഷ്യൽ നോവലായിരുന്നു ഏത്? സാത്താനിക് വേഴ്സസ് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇവിടെ പറയുന്നത് സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, അർദ്ധരാത്രിയുടെ മക്കൾ, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. ഇതും ആഞ്ചല കാർട്ടറിന്റെ നൈറ്റ്സ് അറ്റ് ദി സർക്കസ് എല്ലാം എന്താണ്? ഫാന്റസിയും റിയലിസവും മിക്സ് ചെയ്തതിനുള്ള എക്സാമ്പിൾ ആണ്. നോക്കൂ, ഇനി പോയട്രി ഓഫ് ദി പോസ്റ്റ് മോഡേൺ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിതൊരു എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോവൽസ്, പോയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വൈഡായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം അങ്ങനെ വൈഡായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണ്ടായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എക്സാമിനുള്ള നമ്മളുടെ ആ ഒരു സമയപരിമിതി ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് പറയുന്നത് പോയട്രി ആണ്. എന്താണ് പോയട്രിയുടെ പ്രത്യേകത? പോയട്രി ഓഫ് ദി മോസ്റ്റ് മോഡേൺ പീരീഡ് വിറ്റ്നസ്ഡ് ദ ഇൻഫ്ലക്സ് ഓഫ് ഡാർക്കർ മോർ സെപ്റ്റിക്കൽ തീംസ്. അതായത് ഈ ഒരു കാലഘട്ടത്തിലെ പോയട്രിയിൽ നമുക്ക് കാണാൻ കഴിയും, എന്ത് കാണാൻ കഴിയും? ദ ഇൻഫ്ലക്സ് ഓഫ് ഡാർക്കർ മോർ സെപ്റ്റിക്കൽ തീംസ്. അതായത് കുറച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡാർക്കർ ആയിട്ടുള്ള, അല്ലെ കുറച്ച് ഇരുണ്ട, അല്ലെ കുറച്ച് രൂക്ഷമായിട്ടുള്ള, അല്ലെങ്കിൽ ചില സംശയമുള്ളതായിട്ടുള്ള ചില വിഷയങ്ങൾ. അപ്പം അത്തരം വിഷയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലെ വർക്കുകളിൽ അല്ലെങ്കിൽ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഇതിന് എക്സാമ്പിൾ ആണ്. ഇതിനിപ്പോൾ ഉദാഹരണങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് ഓഫ് ഗുൺ. അപ്പം ഇവരൊക്കെ ചില റൈറ്റേഴ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോയറ്റുകളാണ്. അപ്പം ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് ഓഫ് ഗുൺ, അതുപോലെ തന്നെ ഹീനി, മാക്ബത്ത്, ഇവരുടെയൊക്കെ കവിതകളിൽ റിഫ്ലക്റ്റഡ് ഡാർക്കർ തീംസ്. അപ്പൊ ഇവരുടെയൊക്കെ വർക്കുകളിൽ ഡാർക്കർ തീംസ്, കവിതകളിൽ ഡാർക്കർ തീംസ് പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിലെ പോയറ്റ്സ് ആയിരുന്നു ആരെല്ലാം? ഗുൺ, അതുപോലെ തന്നെ ഹീനി, മാക്ബത്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മാക്ബത്ത് എന്നുള്ളത് ഷേക്സ്പിയറിന്റെ മാക്ബത്ത് അല്ല, മാക്ബത്ത് എന്നുള്ളത് ഒരാളുടെ പേരാണ്, അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഈ 3 പേരും ഷോർട്ടാക്കി പറഞ്ഞതാണ് കേട്ടോ. അത് കാരണം ഈ 3 പേരുകളും വലിയ പേരുകളാണ്, ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ്. പോസ്റ്റ് മോഡേൺ ഈസ് ചീഫ്ലി കൺസേൺഡ് വിത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് മോഡേൺ ഡ്രാമകളാണ്. പോസ്റ്റ് മോഡേൺ ഡ്രാമ
പോസ്റ്റ് മോഡേൺ ഡ്രാമ ഈസ് ചീഫ്ലി കൺസേൺഡ്. പോസ്റ്റ് മോഡേൺ ഡ്രാമയിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്, പ്രധാനമായിട്ടും പോസ്റ്റ് മോഡേൺ ഡ്രാമ കൺസേൺഡ് ആയിരുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് എക്സ്പീരിയൻസ്. ഈ വിഷയമാണ് പോസ്റ്റ് മോഡേൺ ഡ്രാമ കൈകാര്യം ചെയ്ത വിഷയം. ഏതാ വിഷയം? ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് എക്സ്പീരിയൻസ്. ലാംഗ്വേജ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഭാഷ അതുപോലെ തന്നെ അനുഭവം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വിഷയങ്ങളാണ് പോസ്റ്റ് മോഡേൺ ഡ്രാമ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തത്. വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോസ്റ്റ് മോഡേൺ ഡ്രമാറ്റിസ്റ്റ് വാസ്, പലരുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് മോഡേൺ ഡ്രമാറ്റിസ്റ്റ് ആണ് ആര്? ഹറോൾഡ് പിന്റർ. ഈ പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പേരാണ് ആര്? ഹറോൾഡ് പിന്റർ. അനദർ ഇമ്പോർട്ടൻറ്റ് നെയിംസ് ഇൻ പോസ്റ്റ് മോഡേൺ ഡ്രാമ ആർ, പോസ്റ്റ് മോഡേൺ ഡ്രാമയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്? പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ് ടോം സ്റ്റോപ്പാഡ് ആൻഡ് എഡ്വേർഡ് ബോണ്ടും അതുപോലെ തന്നെ ടോം സ്റ്റോപ്പാഡ്, ഇവരൊക്കെ ഡ്രാമയുമായിട്ട്, അതായത് പോസ്റ്റ് മോഡേൺ ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് മോഡേൺ ഡ്രാമ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസേൺഡ് ആയിരുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് എക്സ്പീരിയൻസ്, അത് ഓർത്തു വയ്ക്കാം. പിന്നെ പോയട്രിയുടെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കർ തീംസ്, അതുപോലെ തന്നെ സെപ്റ്റിക്കൽ തീംസ്, അതുപോലെ തന്നെ പിന്നെ നോവലിൻ്റെ സവിശേഷത നമ്മൾ പറഞ്ഞു, മിക്സിംഗ് ഓഫ് റിയലിസം ആൻഡ് ഫാൻറ്റസി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എളുപ്പമാവും. നോക്കൂ, അപ്പോൾ ഇത്രയാണ് പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എക്സാമിന് വേണ്ടി എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തൊരു എസ്സേ ആണ് കേട്ടോ ഇത്. ഒരിക്കലും ഈ ചാപ്റ്റർ മുഴുവനായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുഴുവനായിട്ട് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ക്ലാസ് എങ്കിലും എടുക്കേണ്ടി വരും. ഇനി 1-2 ഷോർട്ട് ആൻസേഴ്സ് ചിലത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഏകദേശം 18 ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ 18 ക്വസ്റ്റ്യൻസും ആ 18 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്. 18 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആൻസേഴ്സും വരുന്നുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ 1 വേർഡ് ആൻസർ ആണ്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെക്കാട്ടോ, കാരണം ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്, ആൻസർ ഉണ്ട്. അപ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമില്ല എന്ന നിലയ്ക്കാണ് ഞാൻ പറയാതിരുന്നത്. കാരണം ആ 18 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറയുകയാണെങ്കിൽ അതിനുള്ള സമയം വേണ്ടേ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദ ലിവർപൂൾ പോയറ്റ്സ്, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ദ ലിവർപൂൾ പോയറ്റ്സ് ആരാണ്, അല്ലെങ്കിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ലിവർപൂൾ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്? ആരാണ് ഇവർ? ദ ലിവർപൂൾ പോയറ്റ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് 3 പോയറ്റ്സ്. അതായത് 3 കവികളുടെ ഒരു ഗ്രൂപ്പാണ് ലിവർപൂൾ പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ. ആരൊക്കെയാണ് ആ 3 കവികൾ? എഡ്രിയാൻ ഹെൻറി, റോജർ മക്ഗോഫ് ആൻഡ് ബ്രിയാൻ പാറ്റൺ, ഈ 3 പേരും. ഇനി എന്താ ഇവർ ചെയ്തത്? ദേ ഗെയിൻഡ് പോപ്പുലാരിറ്റി. ഇവർ പോപ്പുലാരിറ്റി ഉണ്ടാക്കി, ഇവർ ഫേമസ് ആയി ബൈ പ്രസന്റിങ് ആൻഡ് റീഡിങ് ദെയർ വർക്ക്സ് ഇൻ ക്ലബ്സ് ആൻഡ് കോഫി ബാർസ് ഇൻ ലിവർപൂൾ. അതായത് ഇവർ ഫേമസ് ആയത് ഇവരുടെ വർക്കുകൾ ഇവരെന്ത് ചെയ്തു? ലിവർപൂളിലെ കോഫി ബാറുകളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളിലും ഇവരുടെ വർക്കുകൾ പ്രസന്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വായിച്ചിട്ടും അങ്ങനെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത 3 കവികൾ, അവരുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലിവർപൂൾ പോയറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് അണ്ടർഗ്രൗണ്ട് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർഗ്രൗണ്ട് പോയട്രി, എ ഫ്രേസ്, ഇതൊരു ഫ്രേസ് ആണ്, ഒരു പദമാണ്. എ ഫ്രേസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വർക്ക് ഓഫ് എ നമ്പർ ഓഫ് റൈറ്റർ പെർഫോമേഴ്സ്. ഏതാനും റൈറ്റർ പെർഫോമേഴ്സ്, ഇവർ വെറും റൈറ്റേഴ്സ് മാത്രമല്ല, ഇവർ ഈ നമ്പർ ഓഫ് റൈറ്റർ പെർഫോമേഴ്സ് ആണ്. ഇവർ പെർഫോം ചെയ്യുക കൂടി ചെയ്യും. അത്തരത്തിലുള്ള ഏതാനും റൈറ്റർ പെർഫോമേഴ്സ്, അവരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണിത്. മാത്രമല്ല, ആക്റ്റീവ് ഇൻ ബ്രിട്ടൻ ബിറ്റ്വീൻ
ദ ലേറ്റ് 1950s ആൻഡ് മിഡ് 1970s. അതായത് 1950കളുടെ അവസാനത്തിലും 1970കളിലെ മധ്യത്തിലും ബ്രിട്ടനിലെ വളരെ ആക്റ്റീവായിരുന്ന ഒരു വിഭാഗം റൈറ്റർ പെർഫോമേഴ്സ്, ഇൻക്ലൂഡിങ് അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഈ പേരുകൾ ഓർത്ത് വെക്കട്ടോ. അതിൽ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എ മിച്ചൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജെഫ് നട്ടാൽ ഉണ്ട്, ടോം പിക്കാർഡ്, അലക്സാണ്ടർ ട്രോച്ചി ആൻഡ് ഹീത്കോട്ട് വില്യംസ്. ഈ 4 പേര് ഇവര് ഈ അണ്ടർഗ്രൗണ്ട് പോയട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കവികളാണ് ഇവര്. They would perform the songs in events and readings. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കവിതകള് അല്ലെങ്കിൽ ഇവരുടെ സോങ്സ് ഇവരെന്തു ചെയ്യും, ഇവർ ഇവന്റ്സിലും മറ്റും ഇവർ പെർഫോം ചെയ്തിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ഇവന്റ്സും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ഇവന്റ്സ് ആൻഡ് റീഡിങ്സ്, അപ്പൊ ഇതിൽ ഇവരുടെ സോങ്ങുകൾ ഇവര് പെർഫോം ചെയ്തിരുന്നു. ദിസ് പോയട്രി, ഈ കവിത, അതായത് അണ്ടർഗ്രൗണ്ട് പോയട്രി എന്ന് പറയുന്ന ഈ ടൈപ്പ് യൂസ്ഡ് ഓപ്പൺ ഫോംസ്, അതുപോലെ തന്നെ ഓഫൺ കമ്പോസ്ഡ് ഇൻ ദ മാനർ ഓഫ് ഫോൾക്ക് സോങ്സ് ഓർ പ്രൊട്ടസ്റ്റ് സോങ്സ്, പ്രതിഷേധത്തിന്റെ പാട്ടുകൾ, അതുപോലെ തന്നെ ഫോൾക്ക് സോങ്സ്, നാടോടി പാട്ടുകൾ, അത്തരം പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന, ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്ന രൂപത്തിൽ ആ രീതിയിലാണ് ഇവരുടെ പാട്ടുകൾ രൂപപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഇവർ ചില ഇവന്റ്സിൽ അതുപോലെയുള്ള സംഭവങ്ങളിൽ ഇവർ ആ പാട്ടുകൾ പാടിയിരുന്നു. അപ്പൊ അത്തരത്തിൽ 1950കളുടെ അവസാനത്തിലും 70കളുടെ മധ്യത്തിലും ജീവിച്ചിരുന്ന ബ്രിട്ടനിലെ ആക്റ്റീവായിരുന്ന ഇത്തരം ഏതാനും കവികളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണ്, ഒരു ഫ്രേസാണ് അണ്ടർഗ്രൗണ്ട് പോയട്രി. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് മോഡേണിസം എന്നുള്ളതാണ്. പോസ്റ്റ് മോഡേണിസത്തിന്റെ ഫീച്ചേഴ്സ് കൂടി പറഞ്ഞാൽ നമ്മളെ ക്ലാസ് അവസാനിക്കുകയാണ് കേട്ടോ. നോക്കൂ, there are certain common threads in the post modernist movement. പോസ്റ്റ് മോഡേണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം, ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് ചില പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് അവരിൽ ഒരു കോമൺ ത്രെഡായിട്ട് പൊതുവായിട്ടുണ്ടായിരുന്ന ചില സംഭവങ്ങളുണ്ട്, കോമൺ ത്രെഡ്സ് ഉണ്ട്. അവയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ആർട്ടിൻ്റെയൊക്കെ സവിശേഷത. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ലിബറേഷൻ ഫ്രം അതോറിറ്റി എന്നുള്ളതാണ്. ലിബറേഷൻ ഫ്രം അതോറിറ്റി. എന്താ ഇതുകൊണ്ട്? ഒരു അധികാരം അല്ലെങ്കിൽ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ നിന്നും അതോറിറ്റിയിൽ നിന്നും ഫ്രീ ആവാം. ആരും ഞങ്ങളെ ഭരിക്കാൻ പാടില്ല, ഞങ്ങൾ ഫ്രീ എന്ന നിലപാട്. ആ പോസ്റ്റ് മോഡേണിസം സെലിബ്രേറ്റ്സ് ലിബറേഷൻ ഫ്രം. ലിബറേഷൻ, സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്തിരുന്നു. എന്തിൽ നിന്ന്? ഫ്രം ആൻ ഏജ് വെൻ ഫെയ്ത്ത് ആൻഡ് അതോറിറ്റി വേർ ഇൻടാക്ട്. അതായത് വിശ്വാസവും അതുപോലെ തന്നെ ആധികാരികതയും അല്ലെങ്കിൽ അധികാരവും ഇൻടാക്റ്റ് ആയിരുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉറച്ചതായിരുന്ന, പവർഫുൾ ആയിരുന്ന ഒരു കാലഘട്ടം. അതായത് ഈ കാലഘട്ടത്തിൻ്റെ മുൻ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്തൊരു വിഭാഗമായിരുന്നു ഇവർക്ക് ഒരിക്കലും എന്തിഷ്ടമല്ല? അതോറിറ്റി ഇഷ്ടമല്ല, ആരും ഭരിക്കാൻ പാടില്ല, ഫുൾ ഫ്രീ. ആർട്ടിലാണെങ്കിലും ലിറ്ററേച്ചറിലാണെങ്കിലും റൂൾസ് മറ്റു കാര്യങ്ങൾ പാടില്ല, ഫ്രീ ആയിരിക്കണം, ഫ്രീ ബേർഡ് എന്ന് പറയില്ല, അതുപോലെ. അപ്പൊ ലിബറേഷൻ ഫ്രം അതോറിറ്റി ഒന്ന്. രണ്ടാമത്തേത് ഫ്രാഗ്മെന്റേഷൻ. എന്താ? ഫ്രാഗ്മെന്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, എഴുതുന്ന വരികളാണെങ്കിലും തീമാണെങ്കിലും ആശയമാണെങ്കിലും ഒന്നും കംപ്ലീറ്റ് ആവില്ല, മുറിക്കഷ്ണങ്ങൾ. ഇതാണ് നമ്മൾ കളിയാക്കിയിട്ടൊക്കെ പറയില്ലേ മുറിമൊല്ല എന്നൊക്കെ, അതുപോലെ ഫുൾ ഇൻകംപ്ലീറ്റ് ആണ്. ഇനി നോക്കൂ, പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ മൂവ്സ് ടുവേർഡ്സ് ഫ്രാഗ്മെന്റേഷൻ. അതായത് പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ, ആ ലിറ്ററേച്ചറിന്റെ പോക്ക് നോക്കൂ, എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ടുവേർഡ്സ് ഫ്രാഗ്മെന്റേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന്റെ എല്ലാ വശങ്ങളിലും,
അതായത് എല്ലാ കാര്യം ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ലിറ്ററേച്ചറിനെ അങ്ങോട്ട് നശിപ്പിക്കാം. ലിറ്ററേച്ചറിൻ്റെ എല്ലാ വശങ്ങളിലും, എല്ലാ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളിലും അവർ ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ടുവന്നു. എല്ലാ വശത്തെയും അവർ നശിപ്പിച്ചു. തീമിനെ നശിപ്പിച്ചു, ലാംഗ്വേജ് നശിപ്പിച്ചു, ക്യാരക്ടേഴ്സ് എല്ലാം ഇവരെന്ത് ചെയ്തു, എല്ലാ മേഖലകളിലും ഇവർ ഫ്രാഗ്മെൻറ്റേഷൻ കൊണ്ടുവന്നു. മാത്രമല്ല ഇറ്റ് യൂസസ് കൊളാഷ് സ്റ്റൈൽ ഫോംസ്. ഇവർ ലിറ്ററേച്ചറിൽ കൊളാഷ് സ്റ്റൈൽ ഫോംസ് ഇവർ ഉപയോഗിച്ചു. കൊളാഷ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കൊളാഷ് മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലുപയോഗിക്കുന്ന കൊളാഷ് കേട്ടോ, സ്പെല്ലിങ് നോക്കുക, COLLAGE കൊളാഷ് കേട്ടോ. കോളേജിൻ്റെ സ്പെല്ലിങ് ഇതല്ല, കൊളാഷ്. കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇത് ഒരുപാട് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് എന്ത്, കൊളാഷ് അല്ലെ. കൊളാഷ് നിങ്ങൾ ചാർട്ടിൽ കൊളാഷ് ചെയ്യാൻ കേട്ടില്ലേ. അപ്പോൾ കൊളാഷ് സ്റ്റൈൽ ഫോംസ്, അതുപോലെ തന്നെ നോൺ ലീനിയർ യൂസ് ഓഫ് ടൈം, അതായത് സമയത്തെ നോൺ ലീനിയർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് സമയത്തിലൊന്നും ഒരു തുടർച്ചയില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 മണി 11 മണിക്ക് മാത്രമല്ല സമയം പറയാം. ഈ സമയം തന്നെയാണ് എന്ത്, വർഷങ്ങൾ പറയുമ്പോഴും. അതായത് ഒരു നോവലിനകത്ത്, അതായത് ഒരു പാരഗ്രാഫിൽ 2000 ആണെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ 2025 ആയിട്ടുണ്ടാവും. അതായത് ഡിസ്കണ്ടിന്യൂ ആയിട്ട് യാതൊരു കണ്ടിന്യൂറ്റി തുടർച്ചയില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ടൈം ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ലീനിയർ യൂസ് ഓഫ് ടൈം എന്ന് പറയാം. അതുപോലെ തന്നെ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ജെംസ് ഇൻ ക്യാരക്ടർ ആൻഡ് പ്ലേസ്. ക്യാരക്ടറിലും പ്ലേസിലും സിഗ്നിഫിക്കൻറ്റ് ജമ്പ് കാണാൻ പറ്റും. സിഗ്നിഫിക്കൻറ്റ് ജമ്പ് എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാട്ടം. എന്താ ഈ ക്യാരക്ടറും പ്ലേസും കുതിച്ച് ചാടുക എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥാപാത്രം വന്നിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും അയാൾ പോയി അടുത്ത ആൾ വന്നു, അതുകൊണ്ട് വന്നു സെറ്റ് ആവുക, നമ്മൾ ആ കഥാപാത്രത്തെ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയം കിട്ടൂല, അപ്പോഴേക്കും അയാൾ പോയി അടുത്തത് വന്നു. അതേപോലെ തന്നെ ആയിരിക്കും പ്ലേസും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്ലേസും ക്യാരക്ടറും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇവിടെ സ്ഥലങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും ഒരു അതിപ്രസരം, ഒരു കടന്നുകയറ്റം ഉണ്ടാവും. അതായത് വന്നു പോയി എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും കഥാപാത്രങ്ങളും സ്ഥലവും. അതിനാണ് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ, സിഗ്നിഫിക്കൻറ്റ് ജംസ് ഇൻ ക്യാരക്ടർ ആൻഡ് പ്ലേസ്. അടുത്തത് മൂന്നാമത്തേത് എംബ്രേസ് ഓഫ് റാൻഡംനെസ്. റാൻഡംനെസ് എന്ന് പറഞ്ഞാൽ ഡിസോർഡർ എന്ന, അടുക്കും ചിട്ടയും ഇല്ലായ്മ സ്വീകരിക്കാം. എംബ്രേസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം. അതായത് പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന് യാതൊരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. അവരുടെ, അതാണ് ഈ പറഞ്ഞത്, ക്യാരക്ടർ ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും തോട്ട് ആണെങ്കിലും ലൈൻസ് ആണെങ്കിലും ഒരു ചിട്ടയില്ല, അടുക്കില്ലാത്തൊരു ശൈലി. നോക്കൂ, ഇൻ ദ ആബ്സെൻസ് ഓഫ് അബ്സല്യൂട്ട് മീനിങ് ആൻഡ് ട്രൂത്ത്. അത് കൃത്യമായിട്ടുള്ള ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്തുതയുടെയോ സത്യസന്ധതയുടെയോ അഭാവത്തിൽ അതൊന്നും ഇവരുടെ വർക്കുകൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആബ്സെൻസിൽ പോസ്റ്റ് മോഡേണിസ്റ്റ് വർക്ക്സ് യൂസ് റാൻഡംനെസ് ആൻഡ് ഡിസോർഡർ. ഇവരുടെ വർക്കുകളിൽ ഞാൻ ഈ പറയുന്ന ഓർഡറോ അല്ലെങ്കിൽ ട്രൂത്തോ അല്ലെങ്കിൽ കൃത്യമായ മീനിങ്ങോ ഒഴിവാക്കിയിട്ട് അത് ഇവരുടെ വർക്കിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആബ്സെൻസ് ആണ്. കാരണം അതില്ലാതെ പകരം ഇവർ പിന്നെ എന്താണ് ഇവരുടെ വർക്കിൽ കൊണ്ടുവന്നത്, യൂസ് ഓഫ് റാൻഡംനെസ്. അതായത് ഇവരുടെ വർക്കിൽ ഇവർ കൊണ്ടുവന്നതാണ് റാൻഡംനെസ്, അതായത് ആകെ അലങ്കോലമായിട്ട്. അതുപോലെ തന്നെ ആൻഡ് ഡിസോർഡർ, അടുക്കും ചിട്ടയുമില്ല ആ രീതിയിൽ. അപ്പം എന്തുകൊണ്ടാണ് വർക്കുകൾ അങ്ങനെ ആയത്, ആ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ. കാരണം ഈ വർക്ക് വരുന്നത് എപ്പോഴാണ്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ ശേഷമാണ് അല്ലേ. അപ്പം ആ ഒരു യുദ്ധാനന്തര ലോകം, ആ ലോകമാണ് ഈ വർക്കുകളിൽ പ്രതിഫലിച്ചത്. എങ്ങനെ പ്രതിഫലിപ്പിച്ചു, ബൈ യൂസിങ് റാൻഡംനെസ് ആൻഡ് ഡിസോർഡർ. അടുത്തത് പ്ലേഫുൾനെസ് എന്നുള്ളതാണ്. പ്ലേഫുൾനെസ്, അതായത് എന്താണ് പ്ലേഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പോസ്റ്റ് മോഡേൺ, അതായത് ഒരു റൈറ്റർ ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സീരിയസ്നെസ് വേണ്ടേ, അതൊന്നുമില്ല. പോസ്റ്റ് മോഡേൺ ലിറ്റററി വർക്ക്സ്, പോസ്റ്റ് മോഡേൺ വർക്കുകൾ യൂസ് ടെക്നിക്സ്, അതായത് ആ വർക്കുകളിൽ ചില ടെക്നിക്സ് ഉപയോഗിച്ചിരുന്നു. എങ്ങനത്തെ ടെക്നിക്സ് ആണ് ഉപയോഗിച്ചത്, സച്ച് ആസ് ബ്ലാക്ക് ഹ്യൂമർ, അതായത് ബ്ലാക്ക് ഹ്യൂമർ, അതുപോലെ തന്നെ വേർഡ് പ്ലേ, പണ്ണ് ആൻഡ് ഐറണി ടു ക്രിയേറ്റ് ലേയേർഡ് നരേറ്റീവ്. അതായത് എഴുതുന്ന കാര്യത്തിന്, നരേറ്റീവിന്
പല അർത്ഥങ്ങൾ വരാൻ വേണ്ടിയിട്ട്, ദ്വയാർത്ഥങ്ങൾ വരാം, പല പല അർത്ഥം ഉണ്ടാകാം. വായിക്കുന്ന ആളുകൾക്കൊക്കെ വായിച്ച് പലതും പറയാം. അതാണ് നേരത്തെ പറഞ്ഞത്, ഇവർ പ്രാധാന്യം കൊടുത്തത് എന്തിനല്ല, സിംഗിൾ മീനിങ്ങിനല്ല, പകരം എന്താണ്, പ്ലൂരലിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് അത് വൈവിധ്യങ്ങളായിരിക്കും, പല അർത്ഥങ്ങളായിരിക്കണം. റീഡേഴ്സ് അവരുടെ ധാരണയനുസരിച്ച് അർത്ഥം കൊടുക്കട്ടെ, അങ്ങനെ തോന്നിയ പോലെ. അപ്പൊ അത്തരത്തില് നരേറ്റീവിനെ മാറ്റണം. വായിക്കുന്നവന് തോന്നിയതെല്ലാം, ഇപ്പോൾ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയില്ലേ, അപ്പൊ അതുപോലെ വായിക്കുമ്പോൾ തോന്നിയതെല്ലാം റീഡർക്ക് അർത്ഥം നൽകാം. ആ തരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ബ്ലാക്ക് ഹ്യൂമർ ഉപയോഗിച്ചു. അതായത് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശ്രീനിവാസൻ ആ സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ഹ്യൂമർ. എന്നാൽ യഥാർത്ഥത്തിൽ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ കേട്ടോളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് സബ്ജക്റ്റിനെ പ്രസന്റ് സീരിയസ് സബ്ജക്ട്സ് ഇൻ ഹ്യൂമർ വേ, വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ തമാശ രൂപേണ അവതരിപ്പിക്കാം. ഗൗരവമുള്ള വിഷയങ്ങളെ തമാശ രൂപേണ അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയാം. അപ്പോൾ ഈ ബ്ലാക്ക് ഹ്യൂമറും അതുപോലെ തന്നെ വേർഡ് പ്ലേ എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അതിപ്രസരം, വാക്കുകളുടെ ഒരു കളി, ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ എന്ത് ചെയ്യാം വാക്കുകൾ. പിന്നെ അതുപോലെ തന്നെ പണ്ണ്, ദ്വയാർത്ഥങ്ങൾ, ഡബിൾ മീനിങ്സ് ആൻഡ് ഐറണി, വിരോധാഭാസം. അപ്പൊ ഇതെല്ലാം ഇതൊക്കെ ടെക്നിക്സ് ആണ്. ഇത്തരം ടെക്നിക്സ്, അതായത് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ആ ലിറ്ററേച്ചറിന്റെ ഗൗരവം കളയാം, പ്ലേഫുൾനെസ്. അങ്ങനെ എന്തു ചെയ്യാം, വായിക്കുന്ന റീഡർക്ക് എന്തു ചെയ്യണം, ലെയേർഡ് നറേറ്റീവ് ഓർ ലെയേർഡ് മീനിങ്സ്. വായിക്കുന്ന ആൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടണം. അതിന് വായിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള അർത്ഥം എന്ത് ചെയ്യാം, ഓരോ കോണ്ടെക്സ്റ്റിലും അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചത്. അപ്പൊ ഈ പ്രത്യേകത ഇംഗ്ലീഷിൽ പറയുന്നതാണ് നാലാമത്തേത് പ്ലേഫുൾനെസ്. അടുത്തത് അഞ്ചാമത്തേത് ഇന്റർടെക്സ്റ്റുവാലിറ്റി ആണ്. അഞ്ചാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ബോറോവ്ഡ് ഫ്രം പ്രീവിയസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ടെക്സ്റ്റ്. അതായത് ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവര് മുൻ തലമുറയിലെ റൈറ്റേഴ്സ് എഴുതിയില്ല. അതായത് മോഡേണിസ്റ്റ് ആയിക്കോട്ടെ, അതിന് മുൻപത്തെ പല പല ഏജുകൾ, പീരീഡുകളുണ്ട്. ആ കാലഘട്ടത്തിലെ റൈറ്റേഴ്സിന്റെ ലിറ്റററി ആൻഡ് കൾച്ചറൽ ടെക്സ്റ്റിൽ നിന്നും കടമെടുക്കുക. മറ്റുള്ള മുന്നേ എഴുതിയ ആളുകളില്ലേ, അവരുടെ ടെക്സ്റ്റിൽ നിന്നും ബോറോവഡ് ഇവർ കടമെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ, ടു പ്രസന്റ് ഇന്റർ കണക്റ്റഡ് മീനിങ്സ്. എന്തിനു വേണ്ടിയിട്ട്, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള, പരസ്പരം ബന്ധിതമായിട്ടുള്ള മീനിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ പല കാര്യങ്ങൾ, പല വർക്കുകളിൽ നിന്നും, പല റൈറ്റേഴ്സിന്റെ വർക്കുകളിൽ നിന്നും ഇവർ പലതും കടമെടുത്തു. എന്തിനു വേണ്ടി, ടു പ്രസന്റ് ഇന്റർ കണക്റ്റഡ് മീനിങ്സ്, പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള മീനിങ്സിനെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി ആറാമത്തേത് എന്ന് പറയുന്നത് പാസ്റ്റീഷ് എന്നുള്ളതാണ്. പാസ്റ്റീഷ് എന്നുള്ളതാണ് ആറാമത്തേത്. എന്താണ് പാസ്റ്റീഷ് എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് മോഡേണിസ്റ്റ് വർക്കുകളിൽ ഓഫൺ പുട്ട് ടുഗദർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ടെക്സ്റ്റ്. അതായത് പോസ്റ്റ് മോഡേണിസ്റ്റ് വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവയിൽ നമുക്ക് കാണാൻ കഴിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ടെക്സ്റ്റ്. ഒരു വർക്കിൽ തന്നെ പല തരത്തിലുള്ള സാഹിത്യവും പല തരത്തിലുള്ള ടെക്സ്റ്റും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്, ഒരു വർക്കിൽ പല തരത്തിലുള്ള ലിറ്ററേച്ചറും പല ടെക്സ്റ്റുകളും ഒരു വർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. പക്ഷെ കടമെടുത്തിട്ടല്ല, ഇവർ സ്വന്തമായിട്ടായിരിക്കണം കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ടു ക്രിയേറ്റ് എ ന്യൂ സ്റ്റൈൽ, ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കുക. അതായത് ഉള്ളത് ഇവർ ചെയ്യുന്ന വർക്കിനുള്ളിലേക്ക് മറ്റു പലതും കൊണ്ടുവന്നിട്ട് ഒരു പുതിയത് ഉണ്ടാക്കുക. പോസ്റ്റ് മോഡേണിസ്റ്റ് വർക്ക്സ് ഓഫൺ പുട്ട് ടുഗദർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ടെക്സ്റ്റ് ടു ക്രിയേറ്റ് എ ന്യൂ സ്റ്റൈൽ. പുതിയ സ്റ്റൈൽ ഉണ്ടാക്കണം. പുതിയ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, മെയ്ഡ് ഫ്രം ദ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് എക്സിസ്റ്റിംഗ് ടൈപ്സ്. ഇപ്പം നിലനിൽക്കുന്ന പല ടൈപ്പുകൾ, അത് പലതും പാടെ കൂട്ടി ചേർത്തിട്ട് പുതിയതൊന്നും ഉണ്ടാക്കുക. പലതും പാടെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, നമ്മളെ വീട്ടിൽ പല പല ഐറ്റംസ് ഉണ്ട്, പല പല
ഐറ്റംസ് കഴിക്കാനുള്ളത് അതെല്ലാം കൂടി മിക്സ് ചെയ്താൽ പുതിയൊരു ഐറ്റം കിട്ടൂലേ. നമുക്ക് വേണമെങ്കിൽ ഏതുപോലെ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടല്ലോ, നമ്മൾ സാലഡ് ഉണ്ടാക്കൂലേ, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, പല പല ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സംഭവം കിട്ടൂലേ സാലഡ്. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള ടൈപ്പുകൾ, ലിറ്ററേച്ചർ ടൈപ്പുകൾ മിക്സ് ചെയ്തിട്ട് ടു ക്രിയേറ്റ് എ ന്യൂ സ്റ്റൈൽ, പുതുതുണ്ടാക്കുക. അതാണ് പാസ്റ്റീഷ് എന്ന് പറഞ്ഞാൽ. ഏഴാമത്തേത് മെറ്റാഫിക്ഷൻ എന്നാ. ഏഴാമത്തെ എന്താ? മെറ്റാഫിക്ഷൻ. നമുക്ക് മെറ്റാഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എംഫസൈസ്ഡ്, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ പ്രാധാന്യം കൊടുത്തു, ഊന്നൽ കൊടുത്തു. എന്തിന്? എംഫസൈസ്ഡ് ദ ലിറ്റററി നേച്ചർ ഓഫ് ദ ടെക്സ്റ്റ്, ദ ലിറ്റററി നേച്ചർ ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ആ ടെക്സ്റ്റിന്റെ നേച്ചർ, ആ ടെക്സ്റ്റ് കവിതയാണോ കഥയാണോ ഡ്രാമയാണോ അത് എന്താണ് എന്നുള്ളതാണ്, പ്രോസാണോ അത് എന്താണ് എന്നുള്ളതാണ് അതിന്റെ നേച്ചർ. അപ്പോൾ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഫ്രാഗ്മെന്റ്സും തോന്നിയ പോലെ അലങ്കോലമായിട്ട് എഴുതല്ലേ. അപ്പൊ പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ആ ഒരു ടെക്സ്റ്റിന്റെ ലിറ്റററി നേച്ചർ, അത് ഏത് തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിയാണെന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തു, എംഫസൈസ് ചെയ്ത് ഊന്നൽ കൊടുത്തു. മാത്രമല്ല ബ്രിങ്ങിങ് ഇൻ കമന്ററി ഓൺ ദി കൺസ്ട്രക്റ്റഡ്നെസ് ഓഫ് ദ വർക്ക്, ആ വർക്കിന്റെ നിർമ്മിതി അത് എങ്ങനെ ഉണ്ടാക്കി, ആ വർക്ക് ഏത് കാറ്റഗറിയിൽ വരും, അത് പ്രോസാണോ ഡ്രാമയാണോ നോവലാണോ ഷോർട്ട് സ്റ്റോറി ആണോ, അതിന്റെ നേച്ചർ എന്താ, ലിറ്റററി നേച്ചർ അത് എന്താണെന്ന് ആ വർക്കിനുള്ളിൽ തന്നെ കൊണ്ടുവരിക. അപ്പൊ ആ വർക്കിനുള്ളിൽ തന്നെ പറയും എന്ത് അതെന്താണെന്ന്. അത്തരം ഒരു രീതിയാണ് എന്ത് മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. നൗ എട്ടാമത്തെ ലാസ്റ്റ് വൺ, ഇതും കൂടി പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് കഴിയൂട്ടോ. അപ്പൊ എന്താ പറയുന്നത്? ഓപ്പൺ ടു മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ. അതായത് പോസ്റ്റ് മോഡേൺ വർക്കുകൾ എന്താണ്, ആർക്കും ഏത് തരത്തിലും എത്ര വ്യാഖ്യാനം നൽകാം, മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ ആണ്. കാരണം എന്തുകൊണ്ട് സാധ്യമാകുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, പല തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ബ്ലാക്ക് ഹ്യൂമർ ആണെങ്കിലും പണ്ണ് ദ്വയാർത്ഥമുള്ള വാക്കുകൾ. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് ദ്വയാർത്ഥം വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അല്ലേ. സാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലേ, അങ്ങനെയൊക്കെ പറയാലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ദ്വയാർത്ഥങ്ങൾ, കാരണം അത്തരം ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ ഇഷ്ടംപോലെ ഇവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കുകൾ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ, എത്ര വ്യാഖ്യാനങ്ങളും ഏത് തരത്തിലും നടത്താം. പോസ്റ്റ് മോഡേൺ വർക്ക്സ് ഓഫൺ ഡു നോട്ട് ഡയറക്ട്ലി കൺവേ മീനിങ്. ആ പോസ്റ്റ് മോഡേൺ വർക്കുകളുടെ പ്രത്യേകതയാണ്, ആ വർക്കുകൾ ഡയറക്റ്റ് ആയിട്ട് ഒരു അർത്ഥം നമുക്ക് നൽകൂല. ആ പോസ്റ്റ് മോഡേൺ വർക്ക്സ് ഡു നോട്ട് ഡയറക്ട്ലി കൺവേ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല എന്നല്ല, പല പല അർത്ഥങ്ങളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേൺ വർക്കുകൾ ഡു നോട്ട് കൺവേ, ഡയറക്റ്റ്ലി കൺവേ മീനിങ്സ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അർത്ഥം നൽകൂല. പിന്നെ റാദർ, അതിലുപരിയായിട്ട് ദി ആർ ആംബിഗസ്, പല വർക്കുകളും എന്താണ് ആംബിഗസ് ആണ്. ആംബിഗസ്, ആംബിഗുറ്റി, ഡബിൾ മീനിങ്, അർത്ഥ സംശയങ്ങൾ പലതും ആംബിഗസ് ആണ്. പല വാക്കുകൾക്കും പല വരികൾക്കും ഡബിൾ മീനിങ്, പല പല അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻഡ് ഓപ്പൺ ടു സെവറൽ ഇന്റർപ്രിട്ടേഷൻസ്, അതുകൊണ്ട് തന്നെ പല വർക്കുകളും പോസ്റ്റ് മോഡേൺ പീരീഡിലെ പല വർക്കുകളും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ സാധാരണ പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ട്, ഞാൻ ജസ്റ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പറയാമെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണുക. നിങ്ങളെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ, അവർക്ക് ഗുണമാവുകയാണെങ്കിൽ. കാരണം അവർക്ക് ഗുണമാവട്ടെ, അതിലൂടെ എനിക്കും ഒരു ഗുണമാണല്ലോ. അപ്പം എന്ത് ചെയ്യട്ടെ, ദെൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.